ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ മദദ് രണ്ടു ലോകങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈഖ് അവരുടെ വഫാത്ത് സംഭവിച്ച മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതായത് റബീഉൽ ആഖിർ മാസത്തിലാണ് ശൈഖ് അവர்கள் വഫാത്തായത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ മഹാനവറുകളെ അറിയാത്തവരായി ലോകത്ത് ഒരാളുമില്ല. എല്ലാരെ കൂടിയും കൂകിയടങ്ങുമേ മുഹീദ്ദീൻ എന്ന് മാലയിൽ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. മാല നമ്മൾ ചൊല്ലും കുല്ലു ദീകിൻ യസ്യഹു വയസ്കുത് ഇല്ലാ ദീകത് ഫഇന്നഹു യസ്യഹു ഇലാ യൗമിൽ ഖിയാമ. മഹാനായ സയ്യിദ് അബുൽ വഫാ റളിയല്ലാഹു അൻഹു ശൈഖ് ജീലാനി തങ്ങളോട് പറഞ്ഞതാണ്, എല്ലാ കോഴിയും കൂകും, അതിന്റെ കൂകൽ ഒരു നാൾ അടങ്ങും. നിങ്ങളുടെ കോഴിയൊഴികെ അതിന്റെ കൂകൽ അന്ത്യനാൾ വരെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രശസ്തിയും പ്രസിദ്ധിയും അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കും. അതിന് ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടാവില്ല, നിശ്ചലാവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ തങ്ങളെ ജന്മമാസം കഴിഞ്ഞാൽ പിന്നെ ശൈഖ് അവറുകളെ സ്മരിക്കുന്ന റബീഉൽ ആഖിർ മഹാനവറുകളെ ലോകത്തെല്ലായിടത്തും വിശ്വാസികൾ ഇങ്ങനെ അനുസ്മരിക്കുകയും മൗലിദ് ഓതുകയും അതിനുവേണ്ടി ആളുകളെ സംഘടിപ്പിച്ച് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ വലിയ മഹാൻ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി നാല് അഖ്താബുകളിൽ പ്രധാനിയായ മഹാൻ, അഖ്താബുൽ അർബഅ, നാല് ഖുതുബുകൾ അവരിൽ ഏറ്റവും പ്രധാനിയായ മഹാൻ. മഹാനവറുകൾ ഇറാനിലെ ജീലാൻ എന്ന നാട്ടിലാണ് ജനിച്ചത്. ഹിജ്റ 470 ജനനം. വഫാത്തായത് ബഗ്ദാദിലാണ്. വഫാത്തായ തീയതി റബീഉൽ ആഖിർ സനത്ത് 561, ഹിജ്റ 561 റബീഉൽ ആഖിർ 10-നാണ്. അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. 90 വയസ്സ്. മഹാനവറുകൾ ജീലാനിൽ 18 വർഷക്കാലം ജനിച്ച ജീലാൻ എന്ന് പറയുന്ന നാടുകൾ, ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന നാട്, അവിടെ 18 വർഷക്കാലം താമസിച്ചു. പിന്നെ ഇൽമ പഠിക്കാൻ വേണ്ടി 488 ബഗ്ദാദിലേക്ക് യാത്ര. യാത്രയിലാണ് നമ്മളാ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്ത സംഭവമൊക്കെ ഉണ്ടായത്. ബഗ്ദാദിൽ മഹാനവറുകൾ ചിലവിട്ടത് 73 കൊല്ലാണ്. അതായത് 488 മുതൽ ഹിജ്റ 561 വരെ 73 കൊല്ലം. മുദ്ദത്തു തഹ്സീൽ പഠന കാലയളവ് 33 സന, 33 കൊല്ലം. ഇപ്പോ വരാനൊഴിവില്ലാതെ ദർസൊക്കെ നിർത്തി കോളേജിൽ പോകുന്ന കാലം. പഴയ കാലത്ത് ഓർത്ത ശൈഖ് ജീലാനി റഹിമഹുല്ലാഹ് 33 കൊല്ലാണ് ഓതിയത്. 33 വർഷക്കാലം. അതായത് 488 മുതൽ 521 വരെ. അധ്യാപന കാലയളവോ ഇത് പഠിച്ച ഇൽമ ജനങ്ങൾക്ക് വഴന്നു പറഞ്ഞും ദർസ് നടത്തിയും പഠിപ്പിച്ചത് 40 കൊല്ലം. അതായത് 521 മുതൽ 561 വരെ. അൽ അസ്വാജ് 4 ഭാര്യമാരാണ്. 4 ഭാര്യമാർ. അൽ ഔലാദ് 4 ഭാര്യമാരിലും കൂടി 49 മക്കളാണ്. വലിയ ദർജയുള്ള ആളാണ്. മക്കളും കൂടണോ? ഇതൊക്കെ നോക്കണം. അത് പോരാ, സന്താനാധിക്യം വേണമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ നല്ലവണ്ണം പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കണം. കാരണം അന്ത്യനാളിൽ മറ്റു പ്രവാചകന്മാരോടൊക്കെ ഇതൊക്കെ എന്റെ ഉമ്മത്താണെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ മേന്മ നടിക്കാനാണ്. അപ്പൊ തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഞാൻ നിക്കാഹിന്റെ ഖുത്ബ ഓതുമ്പോൾ അതാ ഓതല്. ആദ്യം മഹാനവറുകളെ മുഖത്തിൽ വെച്ച് ബാക്കിന്റെ ഒക്കെ കൂട്ടും. അമ്മാ ബഅദ് ഫഇന്നൽ നിക്കാഹ മുഈനുൻ ലിദ്ദീൻ മുഈനുൻ അലദ്ദീനി വമുഹീനുൻ ലിശയാത്തീനി വസബബുൻ ലിതക്തീരി അല്ലദീ ബിഹി മുബാഹാത്തു സയ്യിദുൽ മുർസലീൻ ലിസാഇൻ നബിയ്യീൻ. നബിതങ്ങൾക്ക് അന്ത്യനാളിൽ ഇതൊക്കെ എന്റെ സമുദായമാണ്,
കാരണം സ്വർഗക്കാര് ആകെ 120 സഫ സ്വർഗക്കാര്, അതിൽ 280 അണികളും ഈ ഉമ്മത്താണ്, അവരാണ് കൂടുതലുള്ളത്. അപ്പോ ഇതൊക്കെ എന്റെ സമുദായമാണെന്ന് പറയണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കണം. അപ്പൊ എങ്ങനെ നല്ലോണം പ്രസവിക്കാൻ തീരുന്നപ്പോ ശരി ആഗ്രഹിക്കുന്നതാണ്. അതിന് ഇമാമികൾ പറഞ്ഞത് അവളെ ഉമ്മാനി ജ്യേഷ്ഠത്തിന് സഹോദരന്മാരൊക്കെ നോക്കണം. അങ്ങനെ ഫിഖ്ഹിൽ പറഞ്ഞു. ഇരിക്കട്ടെ. അപ്പൊ 49 മക്കള്, അതിൽ 27 ആൺകുട്ടികളും 22 പെൺകുട്ടികളും. പക്ഷെ അല്ലാഹുവിന്റെ പരീക്ഷണം, മൻ മാത മിൻഹും സിഗാറൻ, അതിൽ 35 കുട്ടികൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയി. 35 കുട്ടികൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയി. 14 ആൺകുട്ടികളും 21 പെൺകുട്ടികളും. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഒരു കുട്ടി മരിക്കുമ്പോൾ ആ കുട്ടിയെ കൈവെള്ളയിലേക്ക് കൊണ്ട് വെച്ചിട്ട് കൽബി, ഈ കുട്ടിയെ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയാണ്. കാരണം ഇനി അതുമായി ചിന്തിച്ചാൽ പിന്നെ ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ടി വരും. ലൗലിയാക്കളല്ലേ, പിന്നെ ചിന്തല്ല. പ്രായമായിട്ടും ജീവിച്ചവര് 14 ആളുകളാണ്. അതായത് 13 ആണുങ്ങളും ഒരു പെൺകുട്ടി. അതാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറഞ്ഞാൽ മഹാനവറുകൾ വലിയ ഷറഫുള്ള പരമ്പരയാണ്. ചെറിയ പരമ്പരയൊന്നുമല്ല. ഉമ്മ വഴിക്കും ബാപ്പ വഴിക്കും തങ്ങളാണ്. ഉമ്മ വഴിക്കും ബാപ്പ വഴിക്കും തങ്ങളാണെന്ന് മാത്രമല്ല, ആണോ, ഉമ്മ വഴിക്ക് ബാപ്പ വഴിക്ക് മഹാനവറുകൾ ഹസനിയ എന്ന് പറഞ്ഞാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് പരമ്പര കൂട്ടുക. ഉമ്മ വഴിക്ക് മഹാനവറുകൾ ഹുസൈനിയ എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് പരമ്പര കൂട്ടുക. أنت الحسينية والحسنية كنت معا أبا وأما شريفين قد اجتمعا. കുബിയത്തിൽ പറഞ്ഞില്ലേ, നമുക്ക് കുബിയത്തിലുണ്ടേ. അപ്പോ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉപ്പ വഴിക്ക് ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും ഉമ്മ വഴിക്ക് ആരിലേക്കും ഹുസൈൻ റളിയല്ലാഹു തങ്ങളിലേക്കും. മാത്രമല്ല മഹാനവറുകൾ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് കുടുംബബന്ധമുള്ള ആളാണ്. ഉമർ എന്നവരുമായിട്ട് കുടുംബബന്ധമുള്ള ആളാണ്. ഉസ്മാൻ എന്നവരുമായിട്ടും കുടുംബബന്ധമുള്ള ആളാണ്. അത് ഇതിനൊക്കെ ഉണ്ട്, വിശദീകരിക്കണില്ല. ഇങ്ങനെ വലിയ ദറജയുള്ള ആളാണ് മഹാനവറുകൾ. ഈ അലിയാനുമായിട്ട് പിന്നെ ഏതായാലും ഉണ്ടല്ലോ 4 ഖുലഫാക്കളുമായിട്ട് ബന്ധം. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അക്കാലത്തുള്ള പല ഔലിയാക്കളും മഹാനവറുകളെ കുറിച്ച് സുവിശേഷം അറിയിച്ചു. നിങ്ങളൊരു കുട്ടി ഇവിടെ ജനിക്കാൻ പോകുന്നുണ്ട്, വലിയ ശക്തിയുള്ള വലിയ ബഹുമാനമുള്ള കുട്ടിയാണ്, വലിയ കുതുബാണ് എന്നൊക്കെ മഹാനവറുകളെ കുറിച്ച് എന്ത് ചെയ്തിരുന്നു? പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളൊക്കെ മഹാനവറുകളെ കുറിച്ച് നേരത്തെ ഇവിടെ എന്ത് ചെയ്തിരുന്നു? അറിയിക്കപ്പെട്ടിരുന്നു. വളരെ അത്ഭുതകരമായ ബാല്യമാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിക്കാലം. മഹാനവറുകൾ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു പോയി. പിന്നെ മഹാനവറുകളെ വളർത്തിയതാരാണ്? അതായത് മഹാനവറുകൾ ജനിക്കുന്നതിന്റെ അല്പം മുമ്പ്, കുറച്ചു മുമ്പ് ഉപ്പ മരണപ്പെട്ടു പോയി. പിന്നെ ഉമ്മയുടെ ഉപ്പയായ അബ്ദുല്ലാഹി സൂമഈ എന്ന് പറയുന്ന വലിയ മഹാനുണ്ട്. മഹാനവറുകളും ഉമ്മയും കൂടിയാണ് ശൈഖ് ജീലാനിയെ വളർത്തിയത്. വെല്ലിപ്പ ഉമ്മയുടെ ഉപ്പ വളർത്തിയത് കൊണ്ട് ഇബ്നു സൂമഈ തന്നെ മഹാനവറുകളെ പറ്റി പറയാറുണ്ട്, ഉമ്മ വളരെ സ്വാലിഹത്തായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അത്ഭുതകരമായ ബാല്യം എന്ന് പറഞ്ഞാല് ശൈഖ് അവറുകൾ മുല കുടിക്കുന്ന പ്രായം റമദാൻ മാസത്തിൽ മുലടിക്കൂല. അപ്പൊ അന്ന് ഈ മേഘം മൂടിയിട്ട് മാസം കാണാതെ ആയാല് ജനങ്ങൾ നോക്കുമ്പോഴൊന്ന് ചോദിക്കുമ്പോഴെ കുട്ടിന്ന് മുല കുടിച്ചിട്ടുള്ളോ. മുതലായ 30 നാളിലും മുല കുടിക്കും പ്രായം മുലരെ തോടാത്തോ എന്ന് ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് മാലയിൽ പറഞ്ഞില്ലേ? റമദാനിൽ മഹാനവറുകൾ മുല കുടിക്കില്ല. അപ്പൊ ആളുകൾ ഒന്ന് ചോദിക്കും, നിങ്ങളെ കുട്ടിന്ന് മുല കുടിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ദിവസം റമദാനാണ് എന്ന് അവർ തീരുമാനിക്കുമായിരുന്നു. ഉമ്മ സ്വാലിഹത്തായ വളരെ തഖ്വയുള്ള ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്നാണ് അവരുടെ പേര്. ഫാത്തിമ വലിയ തഖ്വയുള്ള ആളായിരുന്നു.
അതുപോലെ തന്നെ വല്ലിപ്പ ഈ അബ്ദുല്ലാഹി സ്വമഈ ജീലാനിലെ വലിയ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. വലിയ കറാമത്തുള്ള, ദുആക്ക് വലിയ ഇജാബത്തുള്ള ആളാണ്. മഹാനവറുകൾ പ്രായം അങ്ങെത്തി ക്ഷീണം വല്ലാതെ ബാധിച്ച സമയത്തും ധാരാളം സുന്നത്ത് കരിക്കുന്ന ആളാണ്. എപ്പോഴും ദിക്ർ ചൊല്ലും, എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നടക്കും. എന്തെങ്കിലും ഒരു കാര്യം മഹാനവറുകൾ പറഞ്ഞോ അപ്പടി അത് ഇവിടെ ഉണ്ടാകും ചെയ്യും. അപ്പൊ ഈ രണ്ട് വല്ലിപ്പയുടെയും ഉമ്മയുടെയും ശിക്ഷണത്തിലാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വളർന്നത്. ഭൗതികമായ മറ്റു ചിന്തകളൊന്നുമില്ല, നന്മകളിലേക്ക് മാത്രം നിലവും പ്രേരണയും ഉള്ള ബാല്യം. കണ്ടോ, മഹാനവറുകളുടെ നാട്ടിൽ ഒരു എന്താ പറയാ പ്രാഥമിക പാഠശാല ഉണ്ടായിരുന്നു. അവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കളിയിടം, ഒരു മൈതാനം ഉണ്ടായിരുന്നു. അപ്പോ മഹാനവറുകൾ ഈ പാഠശാലയിലേക്ക്, മദ്രസയിലേക്ക് ഇങ്ങനെ പോയാൽ ഒരു വളരെ ആവേശം. അതേസമയം കളിക്കളത്തിലേക്ക് മഹാനവറുകൾക്ക് പോകാൻ തോന്നുക തന്നെ ഇല്ല. മഹാനവറുകൾ പറയുന്നു, എനിക്ക് 20 വയസ്സുള്ള സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മദ്രസയിലേക്ക്, മദ്രസ എന്ന് പറഞ്ഞാൽ ഇൽമ പഠിക്കാൻ വേണ്ടി പോകും. അപ്പോ മലക്കുകൾ എന്റെ ചുറ്റും നടക്കുന്നത് ഞാൻ കാണും. അങ്ങനെ മക്തബിലേക്ക്, പാഠശാലയിലേക്ക് എത്തിയാൽ മലക്കുകൾ പറയുന്നത് ഞാൻ കേൾക്കും, അല്ലാഹുവിന്റെ വലിയാണ് വന്നിരിക്കുന്നത്, ഇരിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കൂ എന്ന് പറയും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുട്ടികളോടൊപ്പം കളിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ ഒരശരീരി ഇങ്ങനെ കേൾക്കും, ഇലയ മുബാറക്, ഇങ്ങോട്ട് 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 എന്ന് പറഞ്ഞ് എന്നെ അതിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു അശരീരി ഞാൻ കേൾക്കും. ഇങ്ങനെ വളരെ അനുഗ്രഹീതമായ ബാല്യമായിരുന്നു ശൈഖ് അവറുകളുടെ ബാല്യം. ഞാൻ പറഞ്ഞല്ലോ, 18 വയസ്സായ സമയത്ത് മഹാനവറുകൾ എന്ത് ചെയ്തു? ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. മഹാനവറുകൾ, അദ്ദേഹത്തിന്റെ പിതാവിന് അല്പം ഭൂസ്വത്ത് ഉണ്ടായിരുന്നു, ഭൂസ്വത്ത്. അങ്ങനെ قال الشيخ عبد القادر من أهل بيت كانت لهم قطعة أرض في جيلان. അപ്പൊ ഈ ജീലാൻ എന്ന് പറയുന്ന നാട്ടില് വലിയ അരുവികളുണ്ട്, അവിടെ കാലികളും കൃഷികളൊക്കെ ആയിട്ട് പലതുമുണ്ട്. ശൈഖ് അവറുകൾ ചെറുപ്പത്തിൽ തന്നെ അവിടെ ഇങ്ങനെ ആ വയലിലൊക്കെ പണിയെടുക്കാൻ പോകുമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കുട്ടിയെ ഒരു കൃഷിക്കാരനായി, കർഷകനായി മാറ്റാനല്ല ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് വലിയ ഔലിയാക്കാനല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അതിനാവശ്യമായ എല്ലാ പ്രേരണകളും സംഗതികളും ഒക്കെ മഹാനവറുകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ജീലാനിൽ അദ്ദേഹത്തിന്റെ വിജ്ഞാന തൃഷ്ണ അത് ദഹിപ്പിക്കാൻ വിധമുള്ള ഒരു പാഠശാലയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് മഹാനവറുകൾ ഇൽമിന്റെ പ്രസരണ കേന്ദ്രമായിരുന്ന ബഗ്ദാദിലേക്ക് യാത്ര ഉദ്ദേശിച്ചിട്ട് യാത്ര പോകുന്നത്. ആ യാത്രയാണ് മഹാനവറുകൾക്ക് വലിയ ദറജ ഉണ്ടാക്കി കൊടുത്തത്. ആ സംഭവങ്ങളൊക്കെ ഇമാമുകൾ അവരെ കിതാബിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ യാത്രയിലുണ്ടായ സംഭവങ്ങളൊക്കെ, ഉമ്മ കുട്ടിയെ യാത്ര അയക്കുന്നതും അങ്ങനെ ഇന്നത്തെമാരെ പോലല്ല. കുട്ടികൾ പോയി, ഇന്നത്തെമാര് മോശമാണെന്നല്ല, അന്ന് പിന്നെ ആ ചിന്ത അവർക്ക് പോയി ഓതിപ്പടിച്ച് നേരാവട്ടേതാണ്. ഇന്നിപ്പോ ഓതാൻ പോയാൽ എന്താണ് ശമ്പളം കിട്ടുക, ആ ചിന്തയാണ്. അത് യഖീനും തവക്കുലും തന്നെ കുറവാണ്. അപ്പോ കുട്ടിയെ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ ആ ഉമ്മ വലിയ വലിയത്താണ്. ഉമ്മാക്കറിയാം ഈ മകൻ എന്നെ ഞാൻ ദുനിയാവിന്ന് കാണൂല, ഈ മകനിന് ദുനിയാവിന്ന് കാണൂല. അങ്ങനെ ഉമ്മ പറയാണ്, ഈ മുഖം ഇനി ഞാൻ അന്ത്യനാൾ വരെ കാണൂല എന്ന് പറഞ്ഞിട്ട് ഉമ്മ യാത്ര അയക്കുന്നത്. ഔലിയാക്കയിൽപ്പെട്ട ഉമ്മയാണ്. അങ്ങനെ ആ കുട്ടി ആ യാത്ര പോകുന്നതും ആ യാത്രയിൽ അതിതീക്ഷ്ണമായ ഒരു പരീക്ഷണം നേരിടുന്നതും ആ പരീക്ഷണം ഒരു മിഹനത്ത്, വലിയ ദഅവത്തായി മാറി. ഒരുപാട് കൊള്ളക്കാരും കള്ളന്മാരും ഒക്കെ ഇസ്ലാമിലേക്ക് വരാൻ അദ്ദേഹത്തിന്റെ ജീവിതം കാരണമായി. അതുകൊണ്ടാണ് മഹാനവറുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കാര്യം നിങ്ങൾ എന്തിന്റെ മേലാ കെട്ടിപ്പടുത്തത്? സത്യസന്ധതക്കൊണ്ടേ. സത്യസന്ധതയാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ദറജക്ക് ഉണ്ടാക്കി കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ജീവിതത്തെ കുറിച്ച് ഒരു ചെറിയ വിവരണം അപ്പോൾ ഞാൻ പറഞ്ഞു, ബാക്കി കുതിരുണ്ട്. അവിടത്തെ കുറിച്ച് ധാരാളം പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ഫാത്തിഹ എന്നും ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവർക്ക് ഒരു ഫാത്തിഹ എപ്പോഴും ഓതുമെങ്കിൽ അവരുടെ ദുആയും ബറകത്തും എത്തുമേ.
എന്ന് ഖാദി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാത്തിഹ എപ്പോഴും അവരെ ബന്ധുവിന് എല്ലാ ദിവസവും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.